ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു സോപ്പ് ഞാൻ തന്നെ മേക്ക് ചെയ്തെടുക്കുന്ന സോപ്പ് തന്നെയാണ്. സോപ്പ് ബേസോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പല്ല. അതുപോലെ തന്നെ ഹീറ്റ് പ്രോസസ്സിങ്ങും അല്ല. കോൾഡ് പ്രോസസ്സിങ് മെത്തേഡിൽ നമ്മൾ 35 അല്ലെങ്കിൽ 45 ദിവസം നമ്മളത് ക്യൂർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് സെയിലാക്കുന്ന സോപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സോപ്പ് കേട്ടോ. ഈ ഒരു സോപ്പിന് നമ്മൾ ഇപ്പോൾ പുതിയൊരു ബാച്ച് ഉണ്ടാക്കിയ സോപ്പാണത്. ABC ലിക്വറൈസ് സോപ്പാണ് കേട്ടോ. A4 നമ്മുടെ ആവാരമ്പൂ, B4 ബീട്രൂട്ട്, C4 ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും പ്ലസ് നമ്മൾ ലിക്വറൈസും കൂടി ആഡ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് ഹെർബ്സ്, ഒരു 2-3 ഹെർബ്സ് കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു സോപ്സ് കേട്ടോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സോപ്സ്. അപ്പോൾ ന്യൂ ബാച്ചാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു സോപ്പ്. നമ്മളത് എണ്ണ കാച്ചി എടുത്തിട്ടുള്ള മെത്തേഡിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമലി നമ്മൾ ഇതിൻ്റെ പൗഡേഴ്സ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഇത് ഇൻഫ്യൂസ് ചെയ്തിട്ട്, ഓയിൽ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി കളറാണല്ലേ. പക്ഷേ ഈ കളറല്ല നമുക്ക് സോപ്പിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ചെറിയൊരു ബ്രൗൺ, ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച സമയത്ത് ഒരു ഗ്രീൻ കളറായിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ബ്രൗണിലോട്ട് തന്നെയാണ് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ എണ്ണയ്ക്കൊക്കെ ആ ഒരു കളറുണ്ട്, നല്ലൊരു ഡാർക്ക് ആ ഒരു മെറൂൺ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കളറല്ല കിട്ടുന്നത്. അതാണ് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാറ്. പിന്നെ നമ്മളതിനകത്ത് ബീട്രൂട്ടിൻ്റെ കളർ വേണമെന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് സോപ്പ് കിട്ടുമായിരിക്കും. പക്ഷേ ഞാനിവിടെ കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് നാച്ചുറലായിട്ടുള്ള കളറാണത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കളർ, അത് ഉണ്ടാക്കി കഴിഞ്ഞ് ക്യൂർ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേറൊരു കളർ, നാച്ചുറലായിട്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ കുറച്ച് ഹെർബ്സും അതുപോലെ തന്നെ നമ്മൾ കാച്ചിയെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ വേറെയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ചർമ്മത്തിന് നിറം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങളെല്ലാം ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സോപ്പാണിത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബോഡിയിലൊക്കെ ഇങ്ങനെ ചൊറി ചിറങ്ങ് പാടുകളൊക്കെ ഉണ്ടാവില്ല, അത് പോകാനായിട്ടും ഈ ഒരു സോപ്പ് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ല നല്ല ഹെർബ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളി റിസൾട്ട് തരുന്ന ആൾക്കാരാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് ക്യൂർ ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, സ്കിന്ന് നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1-2 സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും നിറം വയ്ക്കത്തില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സകല പൊടിയും അഴുക്കും കാര്യങ്ങളും നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നന്നായിട്ട് തന്നെ ഫോമിങ് ഉള്ളൊരു സോപ്പ് തന്നെയാണ്. നമ്മളിതിനകത്ത് ഓയിൽസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓയിൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആ ഒരു കോമ്പിനേഷനിലോട്ടേക്കാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് തരും. നമുക്ക് നമ്മുടെ ബോഡിയെ ക്ലോഗ് ചെയ്യത്തില്ല. പൊതുവേ നമ്മൾ കൊമേഴ്ഷ്യലി മേടിക്കുന്ന സോപ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ലോഗ് ചെയ്യും. നമ്മുടെ സ്കിന്നിലത്തെ ആ പോഴ്സിനൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ആ ഭാഗത്തുണ്ടാവുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാണ്ട് നമ്മുടെ ഉള്ളിൽ അതങ്ങനെ കെട്ടിക്കിടന്ന് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊമേഴ്ഷ്യലി മേടിക്കുന്ന ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റാണ് അത്. ഒത്തിരി നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ കൊമേഴ്ഷ്യലി മേടിക്കുന്ന സോപ്പിനകത്ത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ വേറെയും കുറച്ച് ഓയിൽസിൻ്റെ കോമ്പിനേഷൻ ചേർന്നിട്ടുള്ള ഈ ഒരു സോപ്പ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് സോപ്സ് നമ്മുടെ ഫേസിലേക്ക് ഉപയോഗിക്കാൻ പാടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ പാടില്ല. കാരണം നമ്മുടെ pH ബാലൻസ് അവിടെ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ആ ഒരു സോപ്പ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ കാരണം സോപ്പിനകത്തുള്ള pH ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലത്തെ ആ ഒരു pHനേക്കാളും കുറച്ച് അധികം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിലേക്ക് ഓക്കെ, പക്ഷേ ഫേസിലത്തെ pH ലെവൽ എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ക്രീംസ്, ജെൽസ്, അതുപോലെ തന്നെ റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലടക്കം pH ലെവൽ എന്ന് പറയുന്നത് 7ആണ്. നമ്മൾ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. നമ്മൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. നമ്മൾ വെള്ളം കൊണ്ടല്ലേ ഫേസ് വാഷ് ചെയ്യുന്നത്. ആ വെള്ളത്തിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സോപ്പ് ഉപയോഗിച്ചെങ്കിലും നമ്മുടെ ഫേസിൽ ഈ പറഞ്ഞ പോലെ ക്രീംസും ജെൽസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു pH നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നേരമൊക്കെ സോപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ സീനൊന്നുമില്ല. കാരണം ഞാൻ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. ഫേസ് വാഷും ഉപയോഗിക്കും,
നമുക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഫേസ് വാഷ് കിട്ടിയില്ലെങ്കിൽ ഈ സോപ്പ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇതുവരെ എനിക്ക് വലിയ പ്രശ്നമൊന്നായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ ഓർഡർ ആക്കിയാൽ മതി കേട്ടോ.